നമസ്കാരം. സുഭാഷിതം. ആപദർദ്ധേ ധനം രക്ഷേ ധാരാൻ രക്ഷേ ധനൈരപി ആത്മാനം സതതം രക്ഷേ ധാരൈരപി ധനൈരപി. ഇവിടെ ഈയൊരു സുഭാഷിതം വിതുരനീതി, അതേപോലെ പഞ്ചതന്ത്രം കഥ അതിനകത്തുള്ളത്, ചാണക്യനീതി, അങ്ങനെയുള്ള പല പല പുസ്തകങ്ങളിൽ നിന്നുള്ള ഒരു മഹത്തായ ഒരു സുഭാഷിതമാണ്. ഇതിൻ്റെ അർത്ഥം പറയുന്നത് ഭാര്യയെക്കാളും ധനത്തെക്കാളും അവനവൻ്റെ രക്ഷയ്ക്കായി, അവനവൻ്റെ മോചനത്തിനായി സദാ യത്നിക്കണം എന്നാണ്. അപ്പോൾ ധനവും ഭാര്യയും, ഭാര്യ ഉദ്ദേശിച്ചത് നമുക്ക് ജന്മനാ കിട്ടുന്നതല്ലല്ലോ ഭാര്യ. നമ്മൾ ജീവിതത്തിലെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് കൂടെ നമ്മുടെ കൂടെ വന്നു ചേരുന്നതാണ് നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ. ബാക്കി മക്കളും അതിന് ശേഷമൊക്കെ ഉണ്ടാകുന്ന അച്ഛനമ്മമാർ നമുക്ക് തരുന്ന ജന്മം കൊണ്ട് നമുക്ക് ആ പുണ്യജന്മം കിട്ടുമ്പോൾ അതിന് ശേഷം നമ്മൾ നേടിയെടുക്കുന്നതായ ഓരോ കാര്യങ്ങൾ, ധനം നേടിയെടുക്കും, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നേടിയെടുക്കും, നമ്മുടെ കീർത്തി യശസ്സൊക്കെ നേടിയെടുക്കും. അപ്പോൾ നമ്മുടെ സ്വന്തം രക്ഷ ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വന്തം രക്ഷയ്ക്കായി പ്രയത്നിക്കണം. ഒരിക്കൽ ജന്മം ഉള്ളൂ, വീണ്ടും വീണ്ടും നമുക്ക് ഈ ശരീരം ലഭിക്കയില്ല എന്ന് ഇവിടെ സുഭാഷിതം സൂചിപ്പിക്കുകയാണ്. ഭാര്യയെക്കാളും ധനത്തെക്കാളും അവനവൻ്റെ രക്ഷയ്ക്കായി, അവനവൻ്റെ മോചനത്തിനായി സദാ യത്നിക്കണമെന്ന് പറയുന്നുണ്ട്. ഭാര്യയും ധനവും ഒക്കെ വീണ്ടും വന്നു ചേരുന്നു, പക്ഷേ മനുഷ്യ ശരീരം വീണ്ടും വീണ്ടും ലഭിക്കയില്ല എന്ന് ഈ സുഭാഷിതം നമ്മളെ അർത്ഥമാക്കി തരുന്നു. നമസ്തേ.